പുളിച്ചന്റെ പോക്കറ്റ് പൂച്ചന്റെ എന്നിട്ട് വെച്ചേ എന്നിട്ട് വെച്ചാ നീച്ചന്നെ നമുക്ക് എടുത്തുതരാ പച്ചു അമ്മ വിളിച്ചിട്ടുണ്ടല്ലോ പച്ചു ഇന്ന് ജൂൺ 14 കെസ്റ്ററിന്റെയും പാച്ചുവിന്റെയും 5ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഡിംപിൾ ഒരു അമ്മയായിട്ട് ഇന്നേക്ക് 5 വർഷം ആവാണ്. ഡിംപിൾ ഒരുപാട് ആഗ്രഹിച്ച് മോഹിച്ച് നേടിയെടുത്ത ഒരു പ്രഗ്നൻസി ആയിരുന്നു കേട്ടോ. കാരണം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ആള്. അതുപോലെ തന്നെ അവർക്കത് കിട്ടുകയും ചെയ്തു. കിട്ടി ഒരു മാസത്തിനുള്ളിൽ അത് ട്വിൻസാന്നും കൂടെ അറിഞ്ഞപ്പം ഒരുപാട് സന്തോഷിച്ചിരുന്നു കേട്ടോ. ഡിംപിളിനെ അറിയാവുന്നവർക്ക് അറിയാമല്ലോ, ഡിംപിൾ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആളുടെ പ്രഗ്നൻസിയും ഡെലിവറിയൊക്കെ എങ്ങനെ വേണമെന്ന് മൂപ്പര് ഭയങ്കരമായിട്ട് ത്രില്ലടിച്ചിരിക്കുകയായിരുന്നു. 5ാം മാസം അത് വേണം, 7ാം മാസം അത് വേണം, 9ാം മാസം ഇത് വേണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് ഇവൻ ഫണ്ട് പോലും മാറ്റി വെച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ലൈഫിലേക്ക് പ്രതീക്ഷിക്കാത്തൊരു സ്റ്റിച്ച് പൊട്ടലും ബെഡ് റെസ്റ്റും പെട്ടെന്നുള്ള ഡെലിവറിയും ഒക്കെ വരുന്നത് കേട്ടോ. എന്താ പറയുക, ഒരു 1.5-2 വർഷം ഡിംപിളും പാച്ചുവും ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു കേട്ടോ, ഡാഡിയും. കാരണം പാച്ചുവിൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ഡാഡിയായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഡിംപിളിനേക്കാളും ഏറ്റവും കൂടുതൽ പാച്ചുവിനെ സ്റ്റിൽ നൗ കെയർ ചെയ്യുന്നത് ഡാഡി തന്നെയാണ്, അതിലൊരു സംശയമില്ല. അവര് ഡിംപിളും ആൻസനും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആ ടൈമിൽ. കാരണം അവർ അത്രയും കാത്തിരുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു പ്രഗ്നൻസിയും ഡെലിവറിയും ഒക്കെ. എനിക്കിപ്പോഴും ഓർമ്മയാണ്, ഞങ്ങൾ ഡിംപിളിന് സ്റ്റിച്ച് പൊട്ടുന്നതിൻ്റെ തലേന്നാണ് ഇവർ ഒഫീഷ്യലി പേര് അനൗൺസ് ചെയ്യുന്നത്. പെൺകുട്ടിയാണെങ്കിൽ ഇങ്ങനെ, ആൺകുട്ടിയാണെങ്കിൽ ഇങ്ങനെ റൂമിൽ നിന്ന് അവർ ഡിസ്കസ് ചെയ്തിട്ട് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു കേട്ടോ. പലരും ഞങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് എപ്പോഴും പറയാറുണ്ട്, പണ്ടത്തെ ആ ഒരു വൈബ് നിങ്ങളുടെ വീഡിയോയിൽ കാണുന്നില്ല. ശരിക്കും ഇവരുടെ കല്യാണം പോട്ടെ, പ്രഗ്നൻസിക്ക് ശേഷം അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷമാണ് വീട്ടിൽ മൊത്തത്തിലൊരു മൂകതയും അല്ലെങ്കിൽ ഒരു ചുരുചുറുക്കും ഒക്കെ ഇല്ലാണ്ടായത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു 2 വർഷം ഹോസ്പിറ്റൽ വാസവും ICUവും അങ്ങനെയൊക്കെ ആയിട്ട് നടന്നപ്പോൾ ഞങ്ങളെ തന്നെ മറന്നുപോയി. അവൻ്റെ പുറകെയായി എല്ലാവരുടെയും ജീവിതം. ഒരാളുടെ മാത്രമല്ല, ഈ വീട്ടിലുള്ള എല്ലാവരുടെയും ജീവിതം അവനെ ചുറ്റിപ്പറ്റിയായിട്ടോ. ഈവൻ എനിക്ക് 2 മക്കളുണ്ടെന്ന് പോലും ഞാൻ മറന്ന സമയങ്ങളുണ്ട്. എൻ്റെ പ്രഗ്നൻസി പോലും ഞാൻ മറന്ന സമയമുണ്ട്. കാരണം ഞങ്ങൾ അത്രയ്ക്ക് അവനെ കെയർ ചെയ്തിട്ടുണ്ട്. പുറത്തുനിന്ന് കാണുന്നവർക്ക് NIC ബേബി ഇത് ഇപ്പോൾ കോമൺ അല്ലേ, കോമൺ ആയിരിക്കാം. പക്ഷേ ആ NIC ബേബിൻ്റെ പേരൻസിനോടോ റിലേറ്റീവ്സിനോടോ ചോദിക്കുമ്പം അവരുടെ അനുഭവം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അതത്ര എളുപ്പമല്ല. ഇപ്പം നമ്മളെ മനസ്സിലായ എല്ലാവർക്കും അറിയാം ആ ഒരു യാത്ര അത്ര എളുപ്പമല്ല എന്ന് കേട്ടോ. കാരണം നമുക്ക് ഒരു ആത്മബലം വേണം, അതുപോലെ തന്നെ കയ്യിൽ അത്യാവശ്യം നല്ല പൈസയും വേണം കേട്ടോ. നമുക്ക് സ്നേഹവും ബലവും മാത്രം കൊടുത്താൽ ഹോസ്പിറ്റലിൽ കാര്യങ്ങൾ നടക്കില്ല. പൈസ തന്നെ വേണം. അതിന് ഞാൻ ഡിംപിളിൻ്റെ ആ ഒരു ഹാർഡ് വർക്ക് സമ്മതിക്കാതിരിക്കില്ല കേട്ടോ. കാരണം അത്രയ്ക്കും ഇപ്പോൾ പോലും അവന് വേണ്ടി അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു കുറേ ഓടി നടന്നിട്ടുണ്ട് ആൻസനായാലും ഡിംപിളായാലും. പക്ഷേ ഡിംപിളിന് ഒരു പടി കൂടുതലാണ് ഒരു ആൻസൈറ്റിയും അവൻ്റെ കാര്യത്തിൽ ടെൻഷനും ഒക്കെ. സത്യം പറഞ്ഞാൽ അവനൊരു പ്രീ ടേം ബേബിയാന്നുള്ള കാര്യം ഞങ്ങൾ മറന്നു ഇപ്പോൾ. കാരണം നമ്മൾ അങ്ങനെ അവനെ ട്രീറ്റ് ചെയ്ത് തുടങ്ങിയാൽ അവൻ എപ്പോഴും ഒരു പ്രീ ടേം ഒരു ഇതിലേ നടക്കുകയുള്ളൂ അല്ലേ. നമ്മൾ ഒരാളെ രോഗിയാക്കിയാൽ അയാൾ എന്നും രോഗിയായിരിക്കും. അതേസമയത്ത് അയാളുടെ അന്ന് വന്ന പനിയല്ലേ, അത് മാറി എന്ന് പറയുമ്പോൾ അത് അവിടെ കഴിഞ്ഞു അല്ലേ. നീ പ്രീ ടേം അല്ലേ, നീ ഇനി സൂക്ഷിക്കണം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവൻ ഭയങ്കര മിടുക്കനായിട്ടാണ് ഇപ്പോൾ വളർന്നു വരുന്നത്. ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കാറുണ്ട്, അവൻ നമ്മുടെ ഈ പിള്ളേരുടെ ഇടയിൽ ഇങ്ങനെ നടക്കുന്നതുകൊണ്ടാവണം ഒന്നും കൂടെ ആക്റ്റീവ് ആയിട്ടുണ്ടാവുക. നിങ്ങൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും കണ്ടിട്ടുണ്ടാവില്ല പാച്ചുവിൻ്റെ. ഇതൊക്കെ അവൻ ഹോസ്പിറ്റലിൽ ബാക്ക് ടു ബാക്ക് അഡ്മിറ്റ് ആവുന്ന ടൈമുകളാണ് കേട്ടോ. ഇതൊക്കെ ജൂബിലിയിലെ സീൻസാണ്. അതിൽ ഒരു സമയം കഴിഞ്ഞതിന് ശേഷമാണ്, എനിക്കൊന്ന് ഫസ്റ്റ് ബർത്ത്ഡേക്ക് ശേഷമാണ് നമ്മൾ പാച്ചുവിനെ ആസ്റ്ററിലേക്ക് സ്വിച്ച് ചെയ്യുന്നത് കേട്ടോ. ഓരോരുത്തരായിട്ട് മാറി മാറി ICUവിൽ ഒബ്സർവേഷനിലും ഒക്കെ കൂട്ടിയിരിക്കും. ഈ ഒരു മൂക്കയിൽ സപ്പോർട്ട് അതൊട്ടും നിങ്ങൾ വിചാരിക്കണ പോലെ അല്ല. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഡിംപിളായിക്കോട്ടെ, മമ്മി ആയിക്കോട്ടെ, ഡാഡി ആയിക്കോട്ടെ. ആ സമയങ്ങളിലൊന്നും എനിക്ക് കൂട്ടിരിക്കാൻ പോകാൻ പറ്റിയിട്ടില്ല. കാരണം തോമു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ പാച്ചുവിൻ്റെ ഒട്ടുമിക്ക റിവ്യൂസിനും ഞാനും ഡിംപിളും കൂടിയാണ് കേട്ടോ പോവാറ്. ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ 3 മക്കളിൽ ഒരാളാണ് പാച്ചു. എൻ്റെ 2ാമത്തെ മകനാണ് പാച്ചു.
ഈ ഫോട്ടോസ് കാണുമ്പോൾ എനിക്കിപ്പോൾ അത്ഭുതം തോന്നുക, അവൻ എന്തോരം ഇപ്പോൾ വലുതായേക്കുന്നത്, അല്ലെങ്കിൽ അവൻ എന്തോരാണ് സംസാരിക്കുന്നത്. കാരണം അവൻ്റെ ഒരു 100 ഗ്രാം അല്ലെങ്കിൽ ഒരു 10 ഗ്രാം കൂടാൻ ഞങ്ങൾ ഓരോ ദിവസവും വെയിറ്റ് ചെയ്തിരുന്ന സമയമുണ്ട് കേട്ടോ. കാരണം അവൻ്റെ മൈൽ സ്റ്റോൺസ് എത്തണമല്ലോ. അവൻ്റെ ഓരോ ചിരി, അവൻ്റെ ഓരോ കളികൾ, അവൻ്റെ ഓരോ വികൃതികൾ, അതൊക്കെ എനിക്ക് വീഡിയോ ആക്കി വെക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അവൻ ചെറുപ്പത്തിൽ എൻ്റെ അടുത്ത് കൂടുതൽ ചിരിക്കുമായിരുന്നു. അതാണ് ഞങ്ങളുടെ ഈ ഫോട്ടോസ് ഇത്രയും അധികം ഉള്ളത് കേട്ടോ. കാരണം എനിക്ക് അവൻ്റെ വീഡിയോസ് പകർത്തുക എന്നുള്ളത് വലിയൊരു ഇഷ്ടമുള്ള കാര്യം. എനിക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും മറ്റുള്ളവരുടെ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് പാച്ചുവിൻ്റെ എനിക്ക് കുറച്ച് അധികം ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കേട്ടോ. അവൻ്റെ ഓരോ സ്റ്റേജസ് കാണുമ്പോൾ അവൻ എന്തെല്ലാം കാര്യത്തിലൂടെയാണ് കടന്നു വന്നിരിക്കുന്നത് ഈ 5 വർഷത്തിനിടയ്ക്ക്. ഹോസ്പിറ്റലിലായിരിക്കും അവൻ്റെ, എനിക്ക് തോന്നുന്നു ഈ ഇത്രയും ചെറുപ്രായത്തിൽ ഇത്രയും കുത്തും കോമയൊക്കെ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഞാൻ പാച്ചുവിനെ ഇടയ്ക്ക് പ്രഖ്യാപിക്കാറുണ്ട് കേട്ടോ. ഞാൻ അവൻ്റെ ഓരോ ബോഡി പാർട്സിനും വിലയിട്ടിട്ടുണ്ട്. കാരണം അത്രയും നമ്മൾ ബില്ലടച്ചിട്ടുണ്ടേ. കുറ്റമായിട്ട് പറഞ്ഞതല്ല, കുറവായിട്ടും പറഞ്ഞതല്ല, നമ്മൾ അനുഭവിച്ച കാര്യമാണത്. അതൊരിക്കലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല, കഴിഞ്ഞു പോയെന്നും വിചാരിക്കാൻ പറ്റില്ല. ചില സമയത്ത് പ്രത്യേകിച്ച് ഈ ബർത്ത്ഡേ എടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പെട്ടെന്ന് ഓർക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മിന്നി മായും കേട്ടോ. അങ്ങനെ വരുമ്പോൾ അങ്ങനെയല്ലേ. ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ജൂബിലിയുടെ ഓരോ സ്പോട്ടുകൾ എത്തുമ്പോൾ ഞങ്ങൾ പറയും, ഇവിടെ എന്തോരം നേരം കാത്തിരുന്നിട്ടുണ്ട്. ആ ഒരു രാത്രി ജൂൺ 14 അതൊരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പ്രഗ്നൻസിയും ഡെലിവറിയും പോലും ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ചിട്ടില്ല. കാരണം നമ്മൾ എൻ്റെ ഫാമിലിയിൽ കുറേ ട്വിൻസ് ഉണ്ടെങ്കിലും നമ്മൾ ആദ്യമായിട്ടാണ് അടുത്തൊരു ട്വിൻസിൻ്റെ പ്രഗ്നൻസി, അതുപോലെ ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ്, NICU എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ അനുഭവിക്കുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നതും കേട്ടോ. അവിടുന്ന് വിളിക്കും NICU ദേ ഓടി വായോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിച്ചെന്നേ പറ്റുള്ളൂ. കാരണം അവൻ്റെ ഓരോ റിവ്യൂ കഴിയുമ്പോഴും നമ്മൾ PTA മീറ്റിങ്ങിന് പോകുന്ന പോലെയാണ് ഡെയിലി രാവിലെ ഒരു 11 മണിയാകുമ്പം ഡാഡിയും ഡിമ്പിളും ഇവിടുന്ന് പോവുക. ഞങ്ങളും കുറച്ച് ദിവസം പോയിട്ടുണ്ട് കേട്ടോ. ഞാനും ഡോൺ ചേട്ടനും. ഡിമ്പിളിന് ചില സമയങ്ങളിൽ പോവാൻ പറ്റാണ്ടാവുമ്പോൾ ഞാനും ഡോൺ ചേട്ടനും പോയ സമയങ്ങളുണ്ട്. അങ്ങനെ എന്താ പറയുക, കുറേ ഓർമ്മകളുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഹോസ്പിറ്റൽ കേസിൽ കേട്ടോ. ആ, അതേപോലെ ദേ ഇനി നമുക്കിത് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് ഇവനെ അങ്ങ് മറക്കാം എന്ന് പറഞ്ഞൊരു സമയമുണ്ട് കേട്ടോ. അതും പറയണമല്ലോ. അങ്ങനെ മറക്കാം എന്ന് പറയുന്നതിൻ്റെ തലേദിവസമാണ് നമ്മുടെ പാച്ചു ഉയർത്തെഴുന്നേൽക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഒരു മിറാക്കിൾ ബേബി തന്നെയാണ് ഞങ്ങളുടെ പാച്ചുക്കുട്ടൻ. മിറാക്കിളിനേക്കാളും സർവൈവർ എന്ന് ഞാൻ പറയും കേട്ടോ. കാരണം അത്രയും കുത്തവൻ കൊണ്ടിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും എനിക്കറിയില്ല അതെങ്ങനെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ഇതൊന്നും മനസ്സിലാവാണ്ട് കുറേ പൊട്ടന്മാർ എന്ന് ഞാൻ പറയും കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോഴും എന്തെങ്കിലും ഒരു വീഡിയോ വന്നാൽ അതിൻ്റെ ഇടയിൽ വരുന്ന കമൻസ് ആണ്, ഇത് കർമ്മയാണ്, ബൂമറാങ് ആണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ ഭൂമിയിലേക്ക് വിടുമ്പം ദൈവം ഓൾറെഡി അതിൻ്റെ ഒരു സ്റ്റാർട്ടും എൻഡും തീരുമാനിച്ചിട്ടാണ് നമ്മളെ ലോകത്തിലേക്ക് വിടുന്നത്. അതുപോലെ തന്നെ ആയിരിക്കില്ലേ ആ കുട്ടികളുടെ ജീവിതവും. ദൈവം വിചാരിച്ചിട്ടുണ്ടാവും ഒരാളെ ഡിമ്പിളിന് കൊടുക്കുക, ഒരാളെ ഞാൻ കൊണ്ടുപോകാമെന്ന്. അല്ലാണ്ട് ആരുടെയും കർമ്മഫലമോ ബൂമറാങ്കോ ഒന്നുമല്ല. ഈ പറയുന്നവർക്കൊരു ബോധവും ഇല്ലയെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഒരു കുട്ടീനെ വെച്ചിട്ടാണോ നിങ്ങൾ നിങ്ങളുടെ കർമ്മയും ബൂമറാങ്കും ഒക്കെ തീരുമാനിക്കുന്നത്? അല്ലെങ്കിൽ ഈ കർമ്മയും ബൂമറാങ്കും വന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ട്? നിങ്ങൾക്കറിയോ അങ്ങനെ ഒരു കർമ്മ ഉണ്ടായിട്ടാണ് അങ്ങനെ ഒരു കർമ്മം ഉണ്ടായെന്നുള്ളത്? ഇല്ല. പക്ഷെ എന്തിൻ്റെയൊക്കെയോ പേരിൻ്റെ പുറകിൽ ഒരാളെ, അതൊരു പിഞ്ചു കുഞ്ഞിനെ, ഈ ലോകത്ത് കാല് കുത്താൻ പറ്റിയിട്ടില്ല കുട്ടിക്ക്, വന്നു അതേ സ്പീഡിൽ തിരിച്ചു പോയ ഒരു കുട്ടീനെ പലരുടെയും പേര് വെച്ച് കൂട്ടിയിണർത്തി കർമ്മയാന്ന് പറയുമ്പോൾ അത് അവർക്ക് പോലും ചിലപ്പോൾ സഹിക്കുന്നുണ്ടാവില്ല. ഒരു മനുഷ്യജീവി എന്ന നിലയിൽ എനിക്ക് കേട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്തോ കഥ എന്താണെന്നോ കാര്യം എന്താണെന്നോ അറിയില്ല. പക്ഷെ ഇതാണ് സംഭവം എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ബുദ്ധിയില്ല എന്ന് ഞാൻ പറയുള്ളൂ. ഇത് ലോകത്തിലെ ആദ്യത്തെ സംഭവമല്ല ഇങ്ങനൊരു സംഭവം എന്ന് നമുക്ക് അനുഭവം വന്നപ്പോഴാണ് ഈ പ്രീ ടേമിലുണ്ടാകുന്ന ലോസും ഒക്കെ നമുക്ക് മനസ്സിലാവണം. പക്ഷേ നമുക്ക് ചുറ്റും കുറേ ശത്രുക്കളുള്ളതുകൊണ്ട് അവരതിനെ കർമ്മയായിട്ടും ബൂമറാങ് ആയിട്ടും സൃഷ്ടിച്ചു. എനിക്ക് അവരോടൊന്നും പറയാനില്ല, ബിക്കോസ് ബുദ്ധിയില്ലാത്തതുകൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നുണ്ടാവുക. പക്ഷേ ചില സമയങ്ങളിൽ നമുക്കത് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ട് വരും. ഈ കൊച്ചിനോട് എങ്ങനെ ഇവർക്കിത് പറയാൻ തോന്നുന്നു? ആ കുട്ടീനെ ആ അമ്മ കണ്ടിട്ടില്ല. ചില സമയങ്ങളിൽ എനിക്ക് തോന്നാറുണ്ട്, ഡിമ്പിളിനെ കാണിക്കായിരുന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഡിമ്പിളിനെ ഒന്ന് കാണിച്ചേനെ. കാരണം ഡിമ്പിളിൻ്റെ മനസ്സിലെ തീരാ നോവ് തന്നെയാണ് അവൻ. പക്ഷെ വേറെ രീതിയിൽ ചിന്തിക്കുമ്പം ഡിമ്പിൾ കാണാതിരിക്കുന്നതും നന്നായി എന്നും തോന്നാറുണ്ട് കേട്ടോ. എനിക്കിപ്പോഴും ഓർമ്മയാണ് ആ കുഞ്ഞിനെ ഈ വീട്ടിൻ്റെ വാതിൽക്ക വരെ കൊണ്ടുവന്നത്.
ഒരു കൈയുടെ അത്രയും പോലും ഉണ്ടായിരുന്നില്ല അവനന്ന്. ആൻസൺ ചേട്ടൻ അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇരുത്തിയതും കരഞ്ഞതും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇവിടുന്ന് ഞങ്ങൾ പള്ളിയിൽ കൊണ്ടുപോയി. അവനെ എങ്ങനെ വെക്കും, ഏത് വെക്കും, കാരണം അത്രയേ ഉള്ളൂ അവൻ. പിന്നെ മരിച്ചിട്ട് അത്രയും മണിക്കൂറിലാവുമ്പം ഒരു ബോഡിയുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. അവിടുന്ന് ഞങ്ങൾ പള്ളിമേടയിൽ പോയിട്ട് ഒരു കുക്കറിന്റെ ബോക്സ്, അച്ഛൻ്റെ അവിടുത്തെ കുക്കറിന്റെ ബോക്സിലാണ് ഞങ്ങൾ അവനെ വെച്ചത്. എനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ, എനിക്കിത് പറയുമ്പോഴും എനിക്ക് എൻ്റെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. കാരണം അതൊക്കെ നമ്മൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തതാ. ഡാഡി വാവിട്ട് കരയുന്നതും, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ഡോൺ ചേട്ടനെ ഞാൻ കരഞ്ഞു കണ്ടിട്ടില്ല. ഈ നിമിഷം വരെ ഞാൻ കരഞ്ഞു കണ്ടിട്ടില്ല. പക്ഷെ അന്ന് ആ ഒരു ദിവസം ഡോൺ ചേട്ടൻ കരഞ്ഞത്, ഡോൺ ചേട്ടൻ കരയാറുണ്ടെന്ന് എനിക്കറിയാം. ഡോൺ ചേട്ടൻ്റെ എല്ലാം, അതായത് മോശപ്പെട്ട സമയങ്ങളിൽ ഡോൺ ചേട്ടൻ വാവിട്ട് നടയിൽ നിന്ന് കരയുന്നതിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും, ഇത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. ഒരു സാധാരണ അടക്കം പോലെയല്ല അവൻ്റെ നടന്നത്. കാരണം അവനൊരു മാലാഖയായിരുന്നു. അവനെ ജസ്റ്റ് കൊണ്ടുവെക്കാനും ജസ്റ്റ് ഒരു പ്രാർത്ഥന നടത്തി അവനെ ആ കുഴിയിൽ വെക്കാനും മാത്രമേ പറ്റുള്ളൂ. ഭൂമിയിലെ മാലാഖയായിട്ട് വന്നു, മാലാഖയായിട്ട് തന്നെ അവൻ പോകേണ്ട ഒരു അവസ്ഥ വന്നു. നമുക്കൊന്നും, അതായത് നമുക്കൊന്നും താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളാ. അന്ന് മമ്മി അത് കണ്ടിട്ടില്ല. മമ്മിയും ഡിമ്പിളും അറിയാമെയും ഒന്നും അത് കണ്ടിട്ടില്ല. ഞാനും ഡാഡിയും ആൻസൺ ചേട്ടനും ഡോൺ ചേട്ടനും മാത്രമാണ്. അവനെ അവസാനമായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഡോൺ ചേട്ടനും ആൻസനുമാണ് എടുത്ത് അവനെ വെക്കുന്നത്. അതൊന്നും, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറേ വേർഡ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ എങ്ങനെയൊക്കെയോ, ഞാൻ ഒരുപാട് പറയണം, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളെ അറിയിക്കണം എന്നൊക്കെ വിചാരിച്ച് തുടങ്ങിയ ഒരു വീഡിയോ ആണ് കേട്ടോ. പക്ഷെ എനിക്കത് കൊണ്ടെത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവൻ്റെ ഓരോ ഫോട്ടോസ് കാണുമ്പോൾ ഇവൻ എന്തൊക്കെ കടന്നുപോയി, എന്തൊക്കെ വേദന തിന്നു എന്ന് ആലോചിക്കുമ്പോൾ വാക്കുകളില്ല കേട്ടോ. ഞങ്ങളുടേതായ കുറേ നിമിഷങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എൻജോയ് ചെയ്യുന്ന കുറേ സമയങ്ങളുണ്ടായിരുന്നു. ഡിമ്പിളിന് പുറത്ത് പോകേണ്ട ആവശ്യങ്ങൾ വരും, ഷൂട്ട് ഉണ്ടായിരുന്നു. ഡിമ്പിൾ യൂട്യൂബ് പോലും ഇനി വേണ്ട, എനിക്കിനി അത് വേണ്ട എന്ന് പറഞ്ഞിരുന്ന സമയത്ത് ഞങ്ങൾ നിർബന്ധിച്ചാണ് യൂട്യൂബ് റീസ്റ്റാർട്ട് ചെയ്യുന്നതും. കാരണം നമ്മളോട് ആൾക്കാർ ചോദിച്ചു തുടങ്ങി, ഡിമ്പിൾ എന്ത് ചെയ്യും, ഡിമ്പിളുടെ ഡെലിവറി കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പോൾ നമുക്ക് ഉത്തരം പറയണമല്ലോ. പലരും എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട് കേട്ടോ, ഡിമ്പിളിന് എന്താ സുഖമാണോ. ആ സമയത്ത് നമ്മൾ യൂട്യൂബൊക്കെ തുടങ്ങി ഒന്ന് ക്ലിക്കായി വന്നിരിക്കുന്ന സമയമാണ്. അപ്പം ഡിമ്പിളിനോട് സംസാരിക്കണം, ഫോൺ ചെയ്യുക, അല്ലെങ്കിൽ മമ്മിയുടെ വീഡിയോ അല്ലെങ്കിൽ ഡിമ്പിളിൻ്റെ വീഡിയോ കാണാതായപ്പോൾ ആ സമയത്ത് എനിക്കും വീഡിയോസ് ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല. കാരണം ഡിമ്പിൾ എവിടെ, മമ്മി എവിടെ എന്നൊക്കെ ചോദ്യം വരുമായിരുന്നു. കുറേ പേര് എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ സംസാരിക്കാൻ വിളിക്കുമ്പോൾ നിങ്ങൾ എന്താ ഒന്നും സംസാരിക്കാത്ത. കാരണം ഞാനല്ല ഇതൊന്നും ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. ഡിമ്പിൾ ഡെലിവറി ചെയ്തു, ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ആരോടും പറയാൻ പറ്റില്ല. ഞാൻ ആ സമയങ്ങളിലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പബ്ലിക്കായിട്ട് കുറേ പേര് കമൻസ് ഇട്ട് ചീത്ത വിളിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അവരെന്നോടാണ് ചോദിച്ചത്, ഞാൻ പറഞ്ഞു ഡിമ്പിൾ പുറത്ത് പോയേക്കാണ്, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അന്ന് അവർക്ക് എൻ്റെ സാഹചര്യം മനസ്സിലായില്ല. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ഒരു കള്ളം പറഞ്ഞു, എന്ത് ഡിമ്പിൾ ഇല്ലാത്തതെന്ന് പറയുന്നതെന്നൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അവസ്ഥ നമുക്ക് മാത്രമേ അറിയുള്ളൂ. പുറത്ത് നിൽക്കുന്നവർ അവർ ഗർഭിണിയാണ്, ചുറ്റും കണക്ക്, അവർ മനഃപൂർവ്വം നമ്മളെ അവോയ്ഡ് ചെയ്യണം, അവർക്ക് ജാടയാണ്, അഹങ്കാരമാണ്. നമ്മൾ ഒരാൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇന്നില്ല എന്ന് പറയുമ്പോൾ പോലും മനസ്സിലാക്കിയിട്ടിരുന്നില്ല എന്ന്. ഇന്ന് പക്ഷെ നമ്മളെ ആൾക്കാർക്ക് മനസ്സിലാവും. നമ്മൾ പറയുന്നതും നമ്മൾ ചെയ്യുന്നതും ഒക്കെ അവർക്ക് മനസ്സിലാവും. ഇതൊക്കെ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഡാഡിയുടെ ലൈഫും ഇതോടുകൂടി ആയിരിക്കും മാറിയിട്ടുണ്ടാവുക. ഡാഡി ബിസിനസ്സിൽ നിന്ന് മാറി. ആഹ് എനിക്ക് തോന്നുന്നു ഡെലിവറിക്ക് ശേഷം കുറച്ച് നാൾ പോയിട്ടുണ്ടെങ്കിലും ഡിമ്പിളിൻ്റെ കൂടെ ബാക്ക് ടു ബാക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡാഡി ബിസിനസ് ഫീൽഡ് തന്നെ മറന്നു. കാരണം ഡിമ്പിൾ എന്ന് വെച്ചാൽ ഡാഡിക്ക് അത്രയ്ക്കും ജീവനാണ്. അപ്പം ഡിമ്പിളിൻ്റെ കുട്ടീനെ ജീവനില്ലാണ്ടിരിക്കുമോ? അതുപോലെ തന്നെ അവൻ അത്രയ്ക്കും പാടുപെട്ട് ഈ ലോകത്ത്, ഞാൻ പറഞ്ഞ ആ ഡിമ്പിൾ പറയണ പോലെ തന്നെ പിടിച്ച് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് പാച്ചുവിനെ ഞങ്ങൾ ഈ ലോകത്തിലേക്ക്. അല്ലെങ്കിൽ അവൻ ഇന്ന് ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കില്ല. കാരണം അങ്ങനെ ഒരു സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ട്, ഒരു സമയമുണ്ട് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ ഡാഡി അവനോട് കാണിക്കുന്ന ഈ ഒരു, എന്താ പറയുക, ഡാഡി അവൻ്റെ കാര്യത്തിൽ ഭയങ്കര പൊസസീവാണ്, അല്ലെങ്കിൽ സെൽഫിഷാണ്, എന്ത് വേണമെങ്കിലും കുശുമ്പാണ് എന്ന് വേണമെങ്കിൽ പറയാട്ടോ. കാരണം അവനും അങ്ങനെയാണ്, ഡാഡിക്കും അങ്ങനെയാണ്. പിന്നെ ഡിമ്പിളുടെ ചാനലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ മറിയാമ്മയാണ് കേട്ടോ. ഡിമ്പിളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്ന മറിയാമ്മയാണ്. ഇനി പാച്ചുവിൻ്റെ എൻ്റെയും കുറച്ച് നല്ല വീഡിയോസ് കാണാം കേട്ടോ. ഞങ്ങളുടെ കുട്ടി കുട്ടി വർത്താനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. ഇടാ ഓ മയങ്ങി വീണു. നോക്ക് പാച്ചു. ആരുടെ മോനാ? ടൂണ്ടടനാ. ആരുടെ മോനാ? അച്ചോ ക്ഷീണിച്ചെടി. I am dead.
മനസ്സ് മാത്തു. ഇതെവിടെ പോനെ? ആന്റിയുടെ പൊന്നാ കുത്തുന്നോട് നീ കളിപ്പിച്ചു നോക്കണേ. മടുത്തു ആന്റി, ഞാൻ മടുത്തു. നോക്കത് ആന്റിയുടെ പൊന്നാ അമ്മ കാണുന്നുണ്ടാ? ആന്റിയുടെ പൊന്നാ ഇവിടെ വാ. തേടിനൊത്ത് നോക്കണ്ട, ആന്റിയുടെ പൊന്നാ. ഒത്തോ തീനിച്ചു, ടയേർഡായോ? ഇത്തിരി ചോര നാരങ്ങ വല്ലതും എടുക്കണോ? ചോര നാരങ്ങ വല്ലതും. ആരാ ഒളിഞ്ഞു നോക്കണടാ? ആരാണ് ഒളിഞ്ഞു നോക്കണേ? അച്ചോ അച്ചോ. അങ്ങനെ തല നേരെ പിരിച്ചേ. ഗുഡ് ബോയ്. ആണ്ടിയുടെ താക്കട പൊന്നാ. തൊഴഞ്ഞു വാ. ഓ ടയേർഡ്. ഇത് കളിച്ചാണോ? എവിടെ പാച്ചു? എവിടെ ഒളിച്ചു? വന്നല്ലോ കൊച്ച്. ആന്റിയുടെ പൊന്നാനി ഇവിടെ നോക്ക്. മുന്നേ കിടന്ന പോലെ കിടക്ക്, അതാ നല്ലത്. ഈ തലപൊക്കി കാണുമ്പോ നല്ല രസ. അതെ, മതിയായി, എനിക്ക് മതിയായി, എനിക്ക് മതിയായി. ഇവിടെ കിടന്നോ കേട്ടോ. ആന്റിയുടെ മോനാണ്. ആന്റിയുടെ പൊന്നുമോനാണ് നീ. ഇല്ലില്ല, കഥ പറഞ്ഞു കഴിഞ്ഞില്ല. തലപൊക്കി കളിച്ച വേർത്തത്തെ എക്സ്പ്രഷനായിരുന്നു. എന്താ പറയാ, സൂപ്പർ. എവിടെയാ പോണേ? തൊഴിഞ്ഞ് ആണ്ട് ബോധം കിട്ടു പോയി. അയ്യോ ഒന്നിച്ച് പറഞ്ഞോ, പ്രശ്നങ്ങളൊക്കെ പറഞ്ഞോ. ഒന്നിച്ച് ചോയേ അവര് പോയിട്ട് എന്നിട്ട് പറഞ്ഞോ. നീന്തി നടക്കും. നീ ഒരു ഐ ലവ് യു പറഞ്ഞു ഞാൻ കാത്ത് ഈ കടാപ്പുറത്ത് നടക്കുമെന്ന് പറഞ്ഞാൽ കോളേജിന്റെ പറമ്പിൽ കൂടെ ഞാൻ നടക്കും. നീ എന്റെ പ്രണയം മനസ്സിലാക്കൂ. അയ്യോ എനിക്ക് ആരുമില്ലേ, ഇത് ബാക്കിയുള്ളേ. കെൻഡ്രിക്, ഡു യു ലവ് മീ? കെൻഡ്രിക്, എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എനിക്ക് ഒരു ഉത്തരം വേണം കെൻഡ്രിക്. പറയൂ. പിണങ്ങിയിരുന്നിട്ടൊന്നും കാര്യമില്ല. ഈ നെഞ്ചത്തു ഞാൻ എണ്ണിക്കില്ല. നീ എനിക്കൊരു ഉത്തരം തരാതെ. ആന്റിയുടെ പൊന്നെ വിടേ. ചോർന്ന് പോലെട്ടോ. ഇടേടാണി സുന്ദരി, നോക്കിക്കേ. പൊട്ടൊക്കെ കാണിച്ചേ സുന്ദരി. പാച്ചു തല കാണിക്കേ. തല ഡിങ്കിരി സുന്ദരി. മാപ്പ് ചോദിക്കുകയാണോ? കടിക്കണോ? എന്തിനാണ് കടിക്കണേ? ആന്റിയുടെ മോളാ?
ആന്റിയുടെ പിറക്കാതെ പോയ മോളാ ഇവിടെ ഉടുതുണിക്ക് മറുതുണി ഇല്ലല്ലോ. കണ്ട പല്ല് കാണിക്കട മോനെ നീ. കണ്ട ശാവർദ്യം പല്ലടെ കണ്ട അടു പല്ലെവിടെ. അത് നിന്നെ കള്ളട്ടടല്ലേടാ, അത് നിന്നെ കള്ളട്ടടല്ലേടാ, അതിനെ പറ്റിച്ചനല്ലേടാ. അമ്മാമ്മ അതിനിടയ്ക്ക് കൂടെ പല്ല് കാണിച്ചു കൊടുക്കുന്നു. പാച്ചു എങ്ങനെ ഫുഡ് കഴിക്കാ വേണ്ടെന്ന് പറയാ. ഞാനൊന്നും കണ്ടില്ല, ഞാനൊന്നും കേട്ടില്ല, മൊത്തത്തിൽ ഫേഷ്യലായി കുട്ടിക്ക് ബുദ്ധി വെള്ളിയാഴ്ച ഉണ്ട്. തോറ്റ് ഈ അമ്മേനെ കൊണ്ട്. പാച്ചു പറഞ്ഞേ തോറ്റ് 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 അമ്മേനെ കൊണ്ട് തോറ്റ് തോറ്റ് തോറ്റു. അതിൻ്റെ ഇടയിൽ കൂടെ ചോറ് കഴിക്കുന്നു കുട്ടി. ഞാനൊന്നും കണ്ടില്ല ഏട്ടാ, ഞാനൊന്നും കേട്ടില്ല ഏട്ടാ, എൻ്റെ പേര് കുറ്റമില്ല. മണ്ണാണ് ഞാൻ ചിരിക്കാനും പറ്റുന്നില്ല. പാച്ചു ഞാനൊന്നും കണ്ടില്ല ഏട്ടാ, ഞാനൊന്നും ഇവിടെ പിടിക്കില്ലെന്ന് പറഞ്ഞില്ലടാ. മുടി പിടിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ നോക്കിയാൽ ആരെങ്കിലും മുടി പിടിക്കുക വലിക്കുക. ഇവിടെ നോക്ക്, മുടി പിടിക്കോ ഇനിയും? മുടി പിടിക്കോ? മുടി പിടിക്കോ ഇനിയും? അടിച്ചിട്ട് തൊട പൊട്ടിക്കും ഞാൻ നിന്റെ. ഇടേടാ ഇടാണ് ഈ കൊച്ച്. എന്തോ വായിക്കാത്ത സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, മെഴുകി വെച്ചിരിക്കുകയാണല്ലോ. എന്തുട്ടാ എങ്ങനെയാ വിളിക്ക? ആൻറ്റി വിളിക്കേ ആൻറ്റി. ആൻറ്റിയുടെ പൊന്നുമോനെ ചേട്ടൻ കണ്ടോ, ഈ പഞ്ചായത്തിലും ലോകത്തിലും ഇല്ല. നോക്കടാ. നമസ്കാരം. ഞങ്ങൾ ഇന്ന് ഓണം ഫോട്ടോഷൂട്ട് എടുക്കാൻ പോവാണ് കേട്ടോ. പാച്ചു സുന്ദരനായി നിൽക്കുന്നുണ്ട്. നമസ്കാരം പറ എല്ലാവർക്കും. ഹാപ്പി ഓണം അഡ്വാൻസ് ആയിട്ട് പാച്ചുവിൻ്റെ വക. പാച്ചുവിൻ്റെ ഡ്രസ്സ് കണ്ടോ, സുന്ദരൻ ഡ്രസ്സ് കണ്ടോ. നമസ്കാരം പറ. നമസ്കാരം നമസ്കാരം. അപ്പം ഞങ്ങൾ ഇന്ന് ഷൂട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. എല്ലാവരും കാണണേ കാണണേ. വേറെ മൂടില്ല.